പിന്നെ ഇന്നെന്തെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഒരു പ്ലാനിട്ട് ആക്രിക്കടയിൽ പോയി 1000 രൂപ വില പറഞ്ഞ ഒരു സൈക്കിള് സംഘടിപ്പിക്കണമെന്നുള്ള. 1000 രൂപയ്ക്ക് കിട്ടുമോടെ? 1000 രൂപയ്ക്ക് കിട്ടുമെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. നിന്റെ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു വിലയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം. ഈ സൈക്കിൾ മേടിച്ചിട്ട് രാവിലെ ചവിട്ടണം അല്ലേ? ചവിട്ടി നല്ല രീതിയിൽ എല്ലാ സ്ഥലങ്ങളും പോയി. പക്ഷെ നിന്റെ അന്നത്തെ ആ ഓട്ടത്തിന്റെ ഇതുണ്ടല്ലോ വീഡിയോ, അതുപോലെ ഈ സൈക്കിളിൽ പോയി കഴിഞ്ഞാൽ സെറ്റപ്പ് ആയിരിക്കും തോന്നുന്നു കേട്ടോ. അത് തന്നെ. ഇനിയിപ്പോൾ സൈക്കിളിൽ വീഡിയോ പിടിക്കുക എന്നുള്ള പ്ലാനൊക്കെയാണ്. അതുപോലെ വ്യായാമമാവുമല്ലോ രാവിലെ എണീച്ച് ചവിട്ടണത്. അപ്പോൾ എന്തായാലും ആക്രിക്കടയിൽ പോയി നമുക്ക് നോക്കാം അല്ലേ? വില കുറച്ച് കിട്ടണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഈ പ്ലാന് മാറ്റാം അല്ലേ? കുറേ സാധനങ്ങളുണ്ടല്ലോ ഇതിൽ. സൈക്കിൾ എവിടെയെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോകണം. സൈക്കിൾ വലിച്ചു പറിച്ച് ഇടല്ലെന്നൊക്കെ പറയണം. അപ്പോൾ ഒരുപാട് സൈക്കിൾ കാണുമായിരിക്കും. നമ്മൾ നെടുമങ്ങാട് ഒരു ആക്രിക്കടയിലാണ് വന്നത്. ഇവിടെ സൈക്കിളിൽ ഇങ്ങനെ വാരി കൂട്ടിയിട്ടിട്ടുണ്ട്, പക്ഷേ അതിൽ ഒന്നും നല്ലതായിട്ട് തോന്നില്ല. പിന്നെ ഒരു സൈക്കിള് കണ്ടുപിടിച്ചൊരു അത്യാവശ്യം ഒത്തിരി വലിപ്പമുള്ള സൈക്കിള്, പോരാ, അത്ര കൊള്ളത്തില്ല. ടയർ രണ്ടും പോയി, ആകെ നാശമായ സൈക്കിള്. ഞാൻ കയറിയിരുന്നൊക്കെ നോക്കിയേട്ടാ, കയറിയിരുന്ന് നോക്കിയപ്പം തീരെ പോരാ. അവിടെ നിന്ന് നമ്മൾ വേറൊരു ആക്രിക്കടയിൽ വന്നൊരു സൈക്കിൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ചവിട്ടി പോവാൻ, 2 ടയർ മാറിയാൽ ചവിട്ടി പോവാം. ടയറിൻ്റെ ഒക്കെ തീരെ പോയി. വില പറഞ്ഞ് ഉറപ്പിക്കാമെന്ന് വിചാരിച്ചു. ആക്രിക്കടയിലെ ഓണറെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വില പറഞ്ഞ് ഉറപ്പിക്കാം. നമ്മൾ വന്നിട്ട് ഇനി 1-2 ആക്രിക്കടയിൽ കയറിയിട്ട് ആദ്യം ഒരു കടയിൽ കയറി. അപ്പോൾ അവിടെ കുറേ സൈക്കിൾ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും സെറ്റായില്ല, ഒന്നും അങ്ങ് ഇതായില്ല. പിന്നെ വേറെ നമ്മൾ തൊട്ടടുത്തുള്ള വേറൊരു ആക്രിക്കടയിൽ കയറി. അവിടെ വേണ്ട 1, 2, 3 സൈക്കിൾ ഇരിക്കുന്നുണ്ട. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സൈക്കിള് നമ്മളിതാ പെട്ടി ഓട്ടോറിക്ഷയിൽ കയറ്റി. അധികം വിലയൊന്നും ആയില്ല സൈക്കിളിന്, 600 രൂപ കൊടുക്കേണ്ടി വന്നോളൂ. പിന്നെ ഇനി പെട്ടി ഓട്ടോറിക്ഷയുടെ വാടക എത്രയെന്ന് അറിഞ്ഞൂടാ. നമ്മളൊരു ചേട്ടനെ, ഇവിടെ നിന്ന ചേട്ടനാണ് നമ്മളെ ഓട്ടോ വിളിക്കാനൊക്കെ പറഞ്ഞു വിട്ട് പുള്ളി ഓട്ടിച്ച്. അപ്പോൾ എല്ലാ ഓട്ടോക്കാരോടെയും ചെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറയാം ഒരു ഓട്ടോയിൽ ഇത് കയറ്റാൻ പറ്റില്ലെന്ന്. അതിങ്ങനെ ലാസ്റ്റ് വന്ന് പുള്ളിക്കാരൻ്റെ അടുത്ത് വന്ന് ഒരു ഓട്ടോയിലും ചേട്ടാ കയറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ, എൻ്റെ ഓട്ടോയുണ്ട്, എൻ്റെ ഓട്ടോയിൽ കയറ്റിക്കോളാം. എനിക്ക് ആൾക്ക് നേരത്തെ ഇത് പറഞ്ഞു അല്ലടാ. ഇനി സൈക്കിളിനെ കുറിച്ച് പറഞ്ഞു. സൈക്കിളിൻ്റെ പോരായ്മയെന്ന് വെച്ചാൽ സൈക്കിള് ടയറൊക്കെ ടയറൊക്കെ മാറ്റേണ്ടി വരും, ടയറും ട്യൂബൊക്കെ മാറ്റേണ്ടി വരും. പിന്നെ ബ്രേക്കെന്ന് പറയുന്ന സാധനം ഇല്ല. പിന്നെ ഇത് മൊത്തത്തിൽ നല്ല പൈസ ആവുമെന്ന് തോന്നുന്നത്. ഇനി സൈക്കിള് നന്നാക്കണ കടയിൽ കൊണ്ടുപോയാലേ അറിയാൻ പറ്റുള്ളൂ. ഹൈറ്റ് ഇനിയും കൂട്ടാൻ പറ്റും. 1000 നമ്മൾ പറഞ്ഞത്, പക്ഷെ നമ്മൾ 600 രൂപയ്ക്ക് സെറ്റാക്കി. ഇനി ഇത് ടയറും ട്യൂബൊക്കെ മാറിയിട്ട് വിഷ്ണു നീ ചവിട്ടി വരൂലേ അങ്ങോട്ട്? നമ്മള് വിഷ്ണു ചവിട്ടി വരാന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് ചവിട്ടി വരുമ്പോൾ ഇതിന്റെ കണ്ടീഷൻ അറിയാം. എന്നിട്ട് പിന്നെയും വർക്ക്ഷോപ്പിൽ കയറ്റി നന്നാക്കണോ ഇല്ലേ എന്നൊക്കെ അപ്പോഴറിയാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ ടയറും മാറി ട്യൂബും മാറി ചവിട്ടാനുള്ള കണ്ടീഷൻ ആക്കിയിട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ്. പിന്നെ ഈ ഓട്ടോ വേറെന്തോ സാധനം എടുക്കാൻ ഇവിടെ വന്നതാണ് പുള്ളിക്കാരൻ. നമ്മളവിടെ ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളവിടെ ഉണ്ട്. ഇതാണ് കണ്ടീഷൻ, ഓട്ടോയിലിരിക്കണം. വിഷ്ണു സൈക്കിളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ എന്തൊരു ടെക്നിക്കൽ സൈഡാ, എനിക്കൊരു കോപ്പ് പറഞ്ഞുകൂടാ. പക്ഷെ ഞാൻ വന്ന് നിന്നിട്ട് ഇനിയിപ്പോൾ ഇതിനെ റെഡിയാക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് അതുവരെ ഒരു 7 കിലോമീറ്ററിനകത്തുണ്ട് ഗൈസ്. അപ്പോൾ അത്രയും ഞാൻ സൈക്കിൾ ചവിട്ടണം. കാരണം ഇനി ബൈക്ക് ഓട്ടിക്കാൻ അറിഞ്ഞൂടാ, അല്ലെങ്കിൽ ഇവൻ ചവിട്ടി വന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ സൈക്കിൾ ചവിട്ടി വരണം, അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് ക്യാറിയൊക്കെ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിടിച്ചോണ്ട് നിൽക്കണേ ആള് കയർ വെച്ച് കെട്ടും. അതാ ഇവിടെ കയറിട്ടിട്ടുണ്ട്. ഇതൊരു ലാഭമായ പരിപാടി തന്നെയല്ലേ സൈക്കിൾ? അടുത്ത സൈക്കിൾ എടുക്കാൻ ഞാനാണ് കേട്ടോ. 600 രൂപയ്ക്ക് സൈക്കിൾ കിട്ടുക പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വലിയൊരു കാര്യം പിന്നെ അല്ലേ? ഇത് വലിയ പണി എന്ന് വെച്ചാൽ ഫ്രെയിമൊക്കെ നല്ല
കിടിലൻ ഫ്രെയിമാണ്. പിന്നെ ഷേക്കപ്സറുള്ള സൈക്കിളാണ്. പിന്നെ ഇവിടെ ചെയിന് കുറച്ച് തുരുമ്പ് അടിച്ചിട്ടുണ്ട്, എന്നാലും പ്രശ്നമില്ല. പിന്നെ പെഡലൊക്കെ അത്യാവശ്യം കൊള്ളാം, പ്രശ്നമില്ല. സീറ്റ് നല്ല സീറ്റാണ്, അവിടെ ഫ്രെയിമൊക്കെ നല്ല ഫ്രെയിമാണ്. ഹാൻഡിലും കൊള്ളാം അല്ലേ? ഇനി പോണെങ്കിൽ നമ്മളെ വിധിയാണ് 600 രൂപ പോയത്. എന്തായാലും ബ്രേക്ക് വെച്ചിരിക്കണേ, ഇല്ലെങ്കിൽ വല്ല തോട്ടിലൊക്കെ വീഴും. അല്ല കുഴപ്പമൊന്നുമില്ല. സൈക്കിൾ ഇപ്പം തന്നെ ഓടിയോന്ന് അറിഞ്ഞൂടാ. അവസാനം സൈക്കിൾ നന്നാക്കണ കടയെത്തി. പിന്നെ ഓട്ടോയ്ക്ക് ഒരു 100 രൂപ കൊടുത്തു കേട്ടാ. 100 രൂപ നഷ്ടമില്ലാത്ത ഓട്ടോ ഓടി. ഇനിയിപ്പം എന്താണ് ചവിട്ട് സത്യം പറഞ്ഞാലേ സൈക്കിൾ എടുക്കാൻ പോയതൊരു വല്ലാത്ത ടാസ്ക്കായി പോയി കേട്ടാ. അവന്മാർ സൈക്കിൾ പണിഞ്ഞത് ശരിയായില്ല. കാരണം ഇത്രയും നാൾ വെച്ചിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു, ആക്രിക്കടയിൽ വെച്ചിരുന്നുകൊണ്ടാണ്. ചവിട്ടുമ്പോൾ നല്ല ടൈറ്റുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്ത്, ഞാൻ ബൈക്കിലാണ് വന്നത്, അവനിത് ചവിട്ടി അവൻ്റെ ഊപ്പാട് വന്നു. അവൻ ഈ ടാസ്ക് ഏറ്റെടുക്കുകയും ചെയ്ത് അതിങ്ങ് എത്തിക്കുകയും വേണം. അങ്ങനൊരു മാനസികാവസ്ഥയിലാണ്. എന്തായാലും അവനിട്ട് നല്ല പണിയായിപ്പോയി. അവൻ സൈക്കിളും കൊണ്ട് വരുന്നുണ്ട്, പാവം കേട്ടോ. അവനെ എന്നറിയും. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ലല്ലേ? സൈക്കിള് കണ്ടീഷനാണല്ലേ? എന്റെ സ്റ്റാമിന ഫുള്ളായിരുന്നു. ബെയറിങ് സെറ്റ് ചെയ്തില്ല, അതാണ് ഗായ്സ്. ബെയറിങ് സെറ്റ് ചെയ്തില്ല, അതാണ് ടൈറ്റ്. നിങ്ങൾക്ക് എന്റെ മോൻ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടില്ലേ? അയ്യോ, നല്ല പണിയെടുത്ത്. അപ്പം ശരി ഗൈസ്, അപ്പം ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.